ബസ്. സീറ്റ് തർക്കത്തിൽ വയനാട്ടിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി ജഷീർ പള്ളിവയൽ. വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ജഷീർ. വിവരങ്ങളുമായി ദീപക് മോഹൻ ചേരുന്നു. ദീപക്, പറയൂ, വയനാട്ടിലെ വെല്ലുവിളി എങ്ങനെയാണ്? റോഷിനി, കഴിഞ്ഞ കുറേ നാളുകളായി വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥി തർക്കവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും അനിശ്ചിതത്വവും ഒക്കെ നിലനിന്നിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ കോൺഗ്രസിൻ്റെയും ഒപ്പം BJP-യുടെയും ഒക്കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുകൾ ഈ മേഖലയിലേക്ക് എത്തി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജഷീർ പള്ളിവയലാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ വയനാട് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ജഷീർ ഇത്തവണ കോൺഗ്രസ് സീറ്റ് നൽകിയില്ല. പക്ഷേ വിമതനായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇപ്പോൾ ജഷീർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ വിമതനായി മത്സരിക്കാൻ അറിയിരിക്കുകയാണ്. എന്താണ്, എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ ആളുകളുടെ ഒരു പ്രതികരണങ്ങൾ? വിമതൻ എന്ന പദം മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ പാർട്ടിക്കാരനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നടത്തിയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അത് മാറ്റം വരുമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിക്കകത്തെ ചില ആളുകൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്. അത് തീർച്ചയായും പാർട്ടി അത് തിരുത്തും. എന്നും അന്നും ഇന്നും ഇനി നാളുകളിലും പാർട്ടിക്കാരനായി അറിയാനും അറിയപ്പെടാനും ജീവിക്കാനും ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സമരമുഖങ്ങളിലൊക്കെ സജീവമായിട്ടുള്ള ആളാണ് ജഷീർ. നേരത്തെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കോർ കമ്മിറ്റി പല മാരത്തോൺ ചർച്ചകളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ താങ്കളുടെ പേര് അവർ പരിഗണിച്ചിരുന്നു. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയത്? നമ്മൾ ജനിച്ചാൽ മരിക്കണോ? സ്വാഭാവികമായും അത് മരിക്കപ്പെടുന്ന ഭൂമി എന്ന് പറയപ്പെടുന്ന നമ്മുടെ നാടാണ്. ആ നാട്ടിനകത്ത് മത്സരിക്കാൻ വീണ്ടും ഒരു അവസരം തരുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പാർട്ടിക്കത് ചെറിയ തെറ്റ് വന്നു എന്നാണ് എൻ്റെ ചിന്ത. അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മത്സരത്തെ കാണുന്നത്. നമ്മൾ മാരത്തോൺ ചർച്ചയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ അനുഭാവപൂർവ്വം ആ ചർച്ചയെ ഹൃദ്യമായി സ്വീകരിച്ചവരാണ്. പക്ഷേ ആ സ്വീകാര്യത നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നാലും എൻ്റെ പാർട്ടി എന്നെ കൈവിടില്ല. കാരണം ഞാൻ പാർട്ടിക്കാരനാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിലവിൽ നിങ്ങളുടെ അവിടെ ജില്ലാ പഞ്ചായത്തിലേക്കുണ്ട്. അപ്പോൾ ജനങ്ങൾ ആർക്കൊപ്പമാണെന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? അതാണ് ഞാൻ ആവശ്യപ്പെട്ട സീറ്റ്, ഞങ്ങൾ ആവശ്യപ്പെട്ട സീറ്റ്, എൻ്റെ നാട്, എൻ്റെ വീട്, ഞാൻ 2 തവണ ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിച്ച മേഖലയാണ്. സ്വാഭാവികമായും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് കോവിഡ് വന്നു, അതോടൊപ്പം ഫ്ലഡ്, അങ്ങനെ വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് നമുക്ക് കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ നാട്ടിനകത്ത് ജില്ലാ പഞ്ചായത്ത് ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ കഴിയും. അപ്പോൾ സ്വാഭാവികം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചർച്ചയാണ്. ജഷീർ വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നമുക്ക് എളുപ്പമാകാൻ സാധിക്കും. കാരണം എൻ്റെ നാടിനെ കുറിച്ച് എൻ്റെ പൾസ് എനിക്ക് അറിയാവുന്നതാണല്ലോ. നേതൃത്വം DCC വെട്ടി എന്നാണ് കരുതുന്നുണ്ട്. അങ്ങനൊരു അത് എന്നെ മാറ്റി എന്ന് പറയുമ്പോൾ എന്നെ മാറ്റി നിർത്തി എന്നതാണല്ലോ അർഷം. യൂത്ത് കോൺഗ്രസിൽ നിന്ന് സംഷാദ് മരക്കാരായിക്കോട്ടെ, അമൽജു ആയിക്കോട്ടെ, അതിനൊപ്പം പരിഗണിച്ചിരുന്ന ആളാണ് ജഷീർ പള്ളിവയൽ. മാത്രമല്ല അത്രയ്ക്ക് ജനകീയനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. താങ്കൾ ഏറ്റവും അവസാനം ഒഴിവാക്കിയപ്പോൾ, പട്ടികയിൽ നിന്ന് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ വെട്ടി എന്നാണോ ഒരു കരുതൽ? എന്താ തോന്നുന്നത്? അവരെ കൂടി വെട്ടും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിച്ച ആളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അവർ ഇതിനകത്തുണ്ട്. നമ്മൾ സ്വാഭാവികം ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ പാർട്ടിയെ നെഞ്ചോട് ചേർത്തവരാണ് നമ്മൾ. പക്ഷെ അവർ പുറത്താണ്. പാർട്ടിയെ വെട്ടിപ്പിടിക്കുന്നവർ അകത്താണ്. അതിനെതിരെയുള്ള ഒരു ചെറിയൊരു മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തിൽ പാർട്ടി തിരുത്തും. എൻ്റെ പാർട്ടി തിരുത്താതെ ഒരു മുന്നോട്ട് പോകില്ല എന്ന വലിയൊരു പ്രതീക്ഷയിലാണ് ഈ നോമിനേഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. റോഷ്നി, അതുതന്നെയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ജഷീർ പള്ളിവയൽ. പാർട്ടിക്ക് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ പാർട്ടി ആ തെറ്റ് തിരുത്തും എന്ന് ഉറച്ചു തന്നെ പറയുന്നു. അതോടൊപ്പം നിരവധി ആളുകളൊക്കെ തന്നെ ജഷീർ പള്ളിവയലിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഉച്ചയ്ക്ക് മുൻപ് ആണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇപ്പോൾ BJP-യുടെ അടക്കമുള്ള സ്ഥാനാർത്ഥികളും ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. റോഷ്നി, ഓക്കെ, അതായത് വലിയ വെല്ലുവിളി. കോഴിക്കോട്ടെ പോലെ തന്നെ സമാന സാഹചര്യമാണ്. ഇതിപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കളത്തിലിറങ്ങുന്നത്. ജഷീറാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ നാട്ടുകാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് പറയുകയാണ് ജഷീർ. അപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ വരും നിമിഷങ്ങളിലൊക്കെ നമുക്ക് പ്രതികരിക്കാം. എന്തായാലും വിമതർ അവർ പലയിടങ്ങളിലും അങ്ങ് ഒരുങ്ങിയിറങ്ങുകയാണ്. ഇത് വിധിയെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം നമുക്ക്.